നമുക്ക് ഈ ഓട്ടോറിക്ഷയുടെ ഒരു റിവ്യൂ ചെയ്യണം അല്ല അത് തന്നെയായാലോ ഇന്ന് തന്നെയായാലോ ആയിഷ നമ്മുടെ പേകളുടെ ചിഹ്നം നമ്മുടെ ഓട്ടോറിക്ഷ വിജയിക്കാൻ മോഡിഫൈ ചെയ്തിട്ട് ഇവർ കണ്ടാൽ ഇതാണ് ഫസ്റ്റ് നമ്മളെ മോഡിഫൈ ചെയ്ത സംഭവം. പിന്നെ അത് ഇവിടെ ലൈറ്റ് രണ്ടെണ്ണം ഉണ്ട്, മിന്നിക്കത്തുന്നതാണ് ബ്ലൂ റെഡും. പിന്നെ അത് ഇവിടെ നല്ല സെറ്റ് നമ്പർ പ്ലേറ്റ്, സെറ്റ് ലൈറ്റ്, ഇവിടെ സെറ്റ് ലൈറ്റ്, ഹോള്, സൗണ്ട്, പിന്നെ ഇങ്ങനത്തെ ഒരു പിടിയും, പിന്നെ അതേ പ്ലേകളോട് ചിഹ്നവും, പ്ലേകളോട് ചിഹ്നവും, പിന്നെ ഇവിടെ BMS നിങ്ങൾ ആദ്യം കാണിച്ചു. പിന്നെ ഇവിടെ ആയിട്ടൊരു ചെറിയ പടമുണ്ട്, ഇത് അപ്പുറത്തെ സൈഡിലുണ്ട് കേട്ടോ. ഞാൻ പിന്നെ കാണിച്ചത് ഇത് വീണ്ടും നമ്പർ പ്ലേറ്റ്. ഇത് നമ്മുടെ ഈ ടാങ്കാണ്, ഫുൾ ടാങ്കാണ്. പിന്നെ ടയർ, ഇതാണ് ടയർ. അതിൻ്റെ ഇവിടെ എന്തെങ്കിലും പടം കൊടുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കും, ബാക്കിച്ചെടുത്ത് ചോദിച്ചു നോക്കാം. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഇതെല്ലാം പോണേ ഈ കാണുന്നതാണ് ഇതിലാ സംഭവം. ഇത് മൊത്തം ലൈറ്റാണ്, അങ്ങനെ കാണുന്നത് മൊത്തം ലൈറ്റാണ്. പിന്നെ അതേ നമ്മുടെ ഇവിടെ കണ്ട ഇതും ലേറ്റാണ്. പിന്നെ അവിടെ ഇങ്ങനെ ഇങ്ങനെ വരച്ച് ഇത് അതും ലേറ്റ് തന്നെയാണ്, അതായിട്ട് കളറാണ്. പിന്നെ അതേനാ പോയി. ഇനി ഫ്രണ്ട് ഭാഗം കാണാൻ നിങ്ങൾ റെഡിയാണ്. ഗൈസ് ഫ്രണ്ട് ഭാഗം ഇതാണ്. നമുക്കിപ്പോൾ ഈ എൻ്റെ വീടിൻ്റെ അടുത്തായിട്ടൊരു ചെറിയൊരു തോട്ടമുണ്ട്. കാമ്പുറമ്പോ അവിടെ നിറച്ചും പാമ്പല്ലേ. എന്തെങ്കിലും കാണുന്നു താതാ? എനിക്കും വേണം. താതാടെ മുഖം കാണിക്കല്ലോ കേട്ടോ. ഇടും താതാടെ മുഖമില്ല കേട്ടോ, ഐഷാടെ മുഖമുണ്ട്. ഇനി ഞാൻ ഇതിനെ കുറിച്ച് റിവ്യൂ ചെയ്തിട്ടെ. ഇതാണ് കേസ്, നല്ല പുളി. എന്നാത് എന്നിട്ട് പാടാ. അതെ തൂങ്ങി കിടക്കാൻ കാണിച്ചേ, ക്യാമറയിൽ കാണിച്ചേ. എൻ്റെ മോനെ ഗൈസ് ഒരു കൊല മൊത്തത്തിൽ ഇങ്ങനെ നിക്കാണ്. എന്നിട്ട് കിട്ടിക്കഴിഞ്ഞാണ്ടില്ല മോനെ, സെറ്റായി. അപ്പൊ നമുക്ക് 3 ചെറിയ നല്ല ക്യൂട്ടായിട്ടുള്ള പുളി കിട്ടി. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഓട്ടോറിക്ഷയിൽ കയറാൻ പോകും. ബാക്കിയുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ കൂടെ ഐഷ വരുന്നില്ല അല്ലേ? ഐഷ വരുന്നില്ലല്ലോ. ഉള്ളിലുള്ള സംഭവങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാട്ടോ. വഴി ഇത് നമ്മുടെ ഡിസ്റ്റൻസിൽ കിലോമീറ്ററാണ്.